നമസ്കാരം. കലാകൗമുദിയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിന്റെ ആഴങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ തങ്ങളുടെ K4 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. ഇത് പാകിസ്ഥാന് നേരെയുള്ള ആശങ്കകളുടെ ആദ്യത്തെ തുടക്കം തന്നെയായിരുന്നു. എന്താണ് ബാലിസ്റ്റിക് മിസൈൽ? എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത് വിക്ഷേപിച്ചത്? ഇത് വിക്ഷേപിച്ചത് കൊണ്ട് ഇന്ത്യക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? വരൂ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം. ഈ വിജയകരമായ പരീക്ഷണം അതിർത്തി കടന്ന് പാകിസ്ഥാൻ സൈനിക നേതാക്കൾക്ക് ആശങ്കയുടെ തിരമാലകൾ അയച്ചു. പാകിസ്ഥാന്റെ ഉന്നത ആണവ അതോറിറ്റിയുടെ പ്രധാന ഉപദേഷ്ടാവും കരസേനാ മേധാവി അസീം മുനീറിന്റെ അടുത്ത സഹായിയുമായ സാഹിർ കസ്മയിൽ നിന്നാണ് ഈ ശക്തമായ പ്രതികരണമുണ്ടായത്. സോഷ്യൽ മീഡിയയിൽ K4 പരീക്ഷണത്തെ ആഗോള സ്ഥിരതയുള്ള ചുവപ്പ് പതാക എന്നാണ് കസ്മയിൽ കുറിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ആയുധ മത്സരം ആരംഭിച്ചതായി അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയുടെ വളരുന്ന കടൽ അധിഷ്ഠിത ആണവ ശക്തികൾ ലോക സുരക്ഷയെ ഭീഷണിപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ശക്തമായ പ്രതികരണം പാകിസ്ഥാന്റെ സൈനിക വൃത്തങ്ങളിൽ ആഴങ്ങളിലുള്ള ആശങ്ക വെളിപ്പെടുത്തിയിരിക്കുന്നു. 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 മിസൈലിന് 2 ടൺ വരെ ഭാരമുള്ള ആണവ ഫോർമുല വഹിക്കാൻ കഴിയും. ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ് ആണവ പവർ അന്തർവാഹിനികൾക്കായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മാസങ്ങളോളം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്ന നിശബ്ദ വേട്ടക്കാർ. ഇന്ത്യയുടെ ആണവ സേനകളിൽ കണ്ടെത്താനോ നശിപ്പിക്കാനോ ഏറ്റവും പ്രയാസമുള്ള ഭാഗമാണ് ഈ അന്തർവാഹിനികൾ. ഇത് ശക്തമായ ഒരു രണ്ടാം ആക്രമണശേഷി ഉറപ്പാക്കുന്നു. ഏറ്റവും പുതിയ അന്തർവാഹിനിയായ INS അരിഗട്ട് 2024 ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നു. ഏകദേശം 6000 ടൺ ഭാരമുണ്ട്. നിരന്തരമായ സമുദ്ര പെട്രോളിങ്ങിനായി കുറഞ്ഞത് 4 അത്തരം കപ്പലുകളെങ്കിലും നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. കടലിലെ സുരക്ഷിതവും മറഞ്ഞിരിക്കുന്നതുമായ സ്ഥലങ്ങളിൽ നിന്ന് ഈ അന്തർവാഹിനികൾക്ക് ഇപ്പോൾ ശത്രുപക്ഷത്തേക്ക് ആഴങ്ങളിൽ ആക്രമണം നടത്താൻ സാധിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യാഥാർത്ഥ്യമാണ്. ഇന്ത്യക്ക് ആണവായുധങ്ങൾ വെള്ളത്തിനടിയിൽ ഒളിപ്പിക്കാൻ കഴിയും. ഇത് ഉയർന്ന ആണവ പ്രതിസന്ധിയിൽ വ്യക്തമായ മുൻതൂക്കം നൽകുന്നു. പാകിസ്ഥാന് സമാനമായ കടലധിഷ്ഠിത രണ്ടാം ആക്രമണ ഓപ്ഷൻ ഇല്ല. കൂടാതെ വർഷങ്ങളോളം ഒന്ന് ഇല്ലായിരിക്കാം. പാകിസ്ഥാന് സമീപകാലത്തുണ്ടായ തിരിച്ചടികൾക്ക് ശേഷമാണ് ഈ അസ്വസ്ഥത. 2025 മെയ് മാസത്തിൽ പഹൽഗാമിലെ മാരകമായ ആക്രമണത്തെ തുടർന്ന് തീവ്രവാദ ക്യാമ്പുകളിൽ കൃത്യമായ ആക്രമണം നടത്താൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. പാകിസ്ഥാൻ നേതാക്കൾ ആണവ മുന്നറിയിപ്പുകളോടെ പ്രതികരിച്ചു. 2025 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഒരു ഭീഷണി നേരിട്ടാൽ ലോകത്തിന്റെ പകുതിയും നശിപ്പിക്കുന്നതിനെ കുറിച്ച് മുനീർ സംസാരിച്ചു. എന്നാൽ പല വിദഗ്ധരും അത്തരം ഭീഷണികളെ ശൂന്യമായി കാണുന്നു. വിശ്വസനീയമായ അണ്ടർ വാട്ടർ ന്യൂക്ലിയർ ശക്തികളില്ലാത്ത പാകിസ്ഥാന്റെ കരയിലുള്ള ആയുധ ശേഖരവും കമാൻഡ് സെന്ററുകളും ശക്തമായ ഇന്ത്യൻ പ്രത്യാക്രമണത്തിന് ഇരയാകുന്നു. ഇന്ത്യ അതിന്റെ പരമ്പരാഗത ശക്തി കാണിക്കുമ്പോൾ പുറത്തു നിന്നുള്ള സഹായം, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന സഹായം, പ്രതീക്ഷിക്കുന്ന ലോകത്തെ അറിയിക്കാൻ പാകിസ്ഥാൻ പലപ്പോഴും ആണവ ചർച്ചകൾ കൂടുതൽ ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും റാവൽപിണ്ടിയിലെ നേതാക്കൾക്ക് സത്യമറിയാം. പാകിസ്ഥാനിൽ നിന്നുള്ള ഏതൊരു ആണവ അപകട സാധ്യതയും വേഗത്തിലുള്ളതും അതിര് കടക്കുന്നതുമായ തിരിച്ചടി ക്ഷണിച്ചു വരുത്തും. അവരുടെ ആസ്ഥാനം മുതൽ പ്രധാന നഗരങ്ങൾ വരെ ഇന്ത്യയുടെ കൈയെത്തുന്നതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ സുരക്ഷിതമായിരിക്കുന്നുള്ളൂ. അതിർത്തി കടന്നുള്ള ഏതൊരു ഭീകരതയ്ക്കും പാകിസ്ഥാനെ ഉത്തരവാദിയാക്കാൻ ഇന്ന് ഇന്ത്യ എന്നത്തെക്കാളും ശക്തമാണ്. ഇസ്ലാമാബാദിന്റെ പണ്ടത്തെ ആണവ പൊള്ളത്തരമെല്ലാം മങ്ങി തുടങ്ങിയിരിക്കുന്നു. ന്യൂഡൽഹിയുടെ സൈനിക ശക്തി യാഥാർത്ഥ്യമാണ്. ശക്തവും ദൃഢനിശ്ചയവും നിർണായകവുമാണ്. ഈ മാറ്റം പാകിസ്ഥാൻ വ്യക്തമായി അനുഭവിക്കുന്നുണ്ട്.